ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ CA മാർട്ടിനാണെങ്കിൽ കാർത്തികിനെ ലക്ഷ്മിമരം കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. അതിനുശേഷം ചോദ്യം ചെയ്യാണ്. കാർത്തിക് അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ കല്യാണ ദിവസം ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കാർത്തിക പറയണ്ടില്ല സർ, അയാള് വന്നിരുന്നില്ല എന്ന് നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതിയോ? എന്നാലേ ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിരുന്നു. അപ്പൊ ലക്ഷ്മിയും പറയണ്ടില്ല സർ, അവൻ വന്നിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും അറിയുമായിരുന്നു. അപ്പോ CA പറയണ്ടേ, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗംഗപ്രസാദ് ശരിക്കും പറഞ്ഞാലേ ദീപ എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട പെണ്ണിനെ കൊല ചെയ്തു. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പലവട്ടം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു? ഉണ്ട് സർ, ഒരുപാട് വട്ടം കൊടുത്തിരുന്നു. പിന്നെ കരോൾ വേഷത്തിലൂടെ വന്ന പിന്നെയല്ലേ കാർത്തിക അവന് നേരെ ഒഴിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് ഗംഗപ്രസാദിന്റെ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ആയുധമായിട്ടാണ് നടന്നിരുന്നത് അല്ലെ? സർ, അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പോ ഇനി ഓഡിറ്റോറിയത്തിൽ വന്നവന് നിങ്ങൾ ആരെങ്കിലും കൊല്ലുകയോ മറ്റോ ചെയ്തോ? സർ, ഇല്ല സർ, അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടില്ല. എങ്കിൽ നിങ്ങൾ കേട്ടോ, അവൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ എന്റെ ഊഹം വെച്ച് പറയുന്നതെന്നല്ല, ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അവൻ അവിടെ വന്നതിനുള്ള എല്ലാ തെളിവുണ്ട്. പക്ഷെ അറിയേണ്ടത് ഒന്നു മാത്രം, ആരാണ് അവനെ കൊന്നേന്ന്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞത്, ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞവൻ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട്, എന്നിട്ടും നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറയുമ്പോ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സർ, ഞങ്ങൾക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് ലക്ഷ്മി അമ്മ പറയാണ്. അപ്പോ CA പറയണ്ട്, എന്തായാലും ഓഡിറ്റോറിയത്തിൽ വന്നവന് പിന്നെ കാണാനില്ല, അവൻ അപ്രത്യക്ഷമായി. അവനെന്ത് സംഭവിച്ചെന്ന് അറിയണമല്ലോ, അന്വേഷിക്കണമല്ലോ എന്ന് CA പറയുമ്പോഴേക്കും ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, അല്ല സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഗംഗപ്രസാദ് കൊലം കൊലയാളിയാണ്, കുറ്റവാളിയാണ്, പിടികിട്ടപ്പുള്ളിയാണ്. അല്ല ഇങ്ങനത്തുള്ളവന് എന്ത് സംഭവിച്ചാലും എന്താ സർ എന്ന് ചോദിക്കുമ്പോഴേക്കും CA പറയണ്ട്, നിങ്ങൾ പറഞ്ഞു വെച്ച് നോക്കാൻ ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരാളെ കാണാതായി കഴിഞ്ഞാൽ അയാളെ കണ്ടുപിടിക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വം അല്ലേ? നാല് സമയത്ത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും കാണാതായി കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ വേറെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? അതുകൊണ്ട് എന്തായാലും ഗംഗപ്രസാദ് എന്ത് സംഭവിച്ചത് അറിഞ്ഞേ പറ്റൂ. എന്തായാലും ഞാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഇനിയും വരും, സഹകരിക്കണം എന്ന് പറഞ്ഞിട്ട് CA അവിടെ നിന്ന് പോവാണ്. CA പോയി കഴിയുമ്പോഴേക്കും ലക്ഷ്മിമ്മ കാർത്തികടുത്ത് പറയണ്ട്, എല്ലാ മോളെ, അയാൾ പറഞ്ഞതൊക്കെ സത്യം തന്നെ ആയിരിക്കും അല്ലെ? ഇനി ഗംഗപ്രസാദ് ഓട്ടോത്തി വന്നിട്ടുണ്ടാവും മോളെ. വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പറഞ്ഞ സത്യമായിരിക്കും അമ്മേ. ഇനി അവനെ ആരെങ്കിലും കൊന്നതായിരിക്കോ? ആ സമയത്ത് കിരണൊന്നും അവിടെ ഉണ്ടായതേ ഇല്ല. ഇനി നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അവനെ കൊന്നു കാണുമായിരിക്കും മോളെ. എനിക്കിപ്പോ അങ്ങനെ സംശയം തോന്നുവാമേ എന്ന് കാർത്തിക പറയുമ്പോ ലക്ഷ്മി പറയണ്ട്, അങ്ങനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അത് കൊലക്കുറ്റമാവില്ലേ മോളെ? നമ്മളെ സ്നേഹിക്കുന്ന ആരെങ്കിലും അല്ലേ അത് കൊല ചെയ്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് വല്ലാത്തൊരു വിഷമവും പോവുമല്ലോ മോളെ. കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കാന്ന് പറഞ്ഞ അതേ അമ്മേ എന്ന് കാർത്തികയും പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് കല്യാണിനെയും അതുപോലെ തന്നെ കിരണിനെയാണ് കേട്ടോ. അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കല്യാണി ഇങ്ങനെ കിരണിനോട് ചോദിക്കേണ്ടല്ല, കിരണേട്ട ഈ ഗംഗപ്രസാദ് അന്വേഷണം ഭയങ്കര ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ, ഏത് സമയത്ത് വേണമെങ്കിലും പിടിക്കപ്പെടാം. കിരണേട്ട അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ പറഞ്ഞത് സത്യമാ കല്യാണി. വേലുവിനെ അതുകൊണ്ടിട്ടാണല്ലോ അവര് പിടിച്ചോണ്ട് പോയിട്ട് ലോക്കപ്പിൽ കൊണ്ടുപോയിട്ട് ചോദ്യങ്ങൾ ചെയ്തത്. അല്ല, വേലു ഒരു സത്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? അവൻ സത്യം പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അവൻ എന്നെ ഒറ്റ കൊടുക്കില്ല, അവൻ അവന്റെ പേരേ പറയുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു ഒരിക്കലും അവന്റെ പേര് പറയരുതെന്ന്. കാരണം ഞാൻ ചെയ്ത കൊലക്കുറ്റം എന്തിനാ അവർ ഏറ്റെടുക്കുന്നത്? കിരണേട്ട എനിക്കെന്തോ വലുത് പേടിയൊക്കെ ആവാണ് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട, അങ്ങനെ പേടിക്കൊന്നും വേണ്ട കല്യാണി. എന്തായാലും അയാളെ അന്വേഷണം തുടരട്ടെ. അല്ല, കിരണേട്ടന്റെ അച്ഛൻ വിചാരിച്ച ഈ അന്വേഷണം നിർത്തിവെക്കാനും പറ്റില്ലേ? കല്യാണി, അച്ഛൻ വിചാരിച്ച അങ്ങനത്തെ ഒന്നും നടക്കില്ല. വേണമെങ്കിൽ അയാളെ സ്ഥലം മാറ്റാൻ പറ്റുമോ? പക്ഷെ സ്ഥലം മാറ്റിയാലും വേറെ CA വരില്ലേ, അപ്പോഴും അന്വേഷിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ അവിടേക്ക് സരയു വരുവാട്ടോ. എന്താ സരയു എന്ന് കിരൺ ചോദിക്കുമ്പോ സരയു പറയണ്ട, അമ്മ വിളിച്ചിരുന്നു വീട്ടിൽ നിന്ന്, മോൾക്ക് ചെറിയ പനിയും ജലദോഷവും ഒക്കെ ഉണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ വരെ പോവുകയാണ്. അപ്പോഴേക്കും കിരൺ പറയണ്ടേ, ഞാനും വരാൻ വേണമെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം എന്ന് പറയുമ്പോ കല്യാണി പറയണ, എന്നാ കിരണേട്ടാ എത്രയും പെട്ടെന്ന് ഇവളെയും കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോ എന്ന് പറയുമ്പോഴേക്കും സരിയോ മനസ്സ് വിചാരിക്കണോ, എല്ലാത്തിനും അവളുടെ ഒരു ഒത്താശ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുട്ടോ സരിയോ. കിരൺ പറയണ്ട, അതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം, ചെറിയ പനിയാണെങ്കിലും പിള്ളേരുടെ പനിയല്ലേ, വെച്ചോണ്ടിരിക്കണ്ട. കല്യാണി, ഞാൻ പോയിട്ട് വരാം. ശരി കിരണേട്ടാ. അല്ല, ഇന്ന് വല്ല സൈറ്റിൽ എങ്ങാനും പോകാനുണ്ടോ? പോകാനുണ്ടെങ്കിൽ വേണമെങ്കിൽ ഞാൻ ഒഴിവാക്കാം എന്ന് പറയുമ്പോഴേക്കും അയ്യോ കിരണേട്ടാ, സൈറ്റിൽ പോകണമൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ. കിരണേട്ടൻ എന്തായാലും കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വാ. ശരി എന്ന് പറഞ്ഞിട്ട് സരിയുവിനെ കൂട്ടിക്കൊണ്ട് കിരൺ പുറത്തേക്ക് പോവാട്ടോ. ആ സമയത്ത് സെക്യൂരിറ്റി ചോദിക്കട്ടെ, അയ്യോ സാർ പോകുവാണോ? അതെ, സരിയുവിന് കുഞ്ഞിന് സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കിരൺ വേഗം തന്നെ വണ്ടി എടുക്കാണ്. അത് കാണുമ്പോ സരിയു മനസ്സിൽ വിചാരിക്കണം, എന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഇവൻ എന്തൊരു ശ്രദ്ധയാണ്.
ശ്രദ്ധ കാണിക്കുന്ന ഇവനെ ഞാൻ കൈവിട്ട് കളയില്ല എന്ന് സരയു മനസ്സ് വിചാരിക്കുന്നുണ്ട്. ശേഷം വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. ആ സമയത്ത് സരയു വിചാരിക്കാണ്, ഈശ്വര ഇനി വീട്ടിലെതിരെ അമ്മ കുഞ്ഞിന് കുഴപ്പമൊന്നുള്ളത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തകിടം മറിയോലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. എന്താ സരയു നീ ആലോചിക്കുന്നത്? അല്ല ഹോസ്പിറ്റലിൽ പോയി കണ്ടു നിനക്ക് വല്ല ഷോപ്പിംഗ് ഉണ്ടോ? കുഞ്ഞിന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? അങ്ങനൊന്നും ഉണ്ടാവില്ലടാ. അങ്ങനൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്റെ അച്ഛനും അമ്മയും ആവശ്യത്തിനനുസരിച്ച് കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാലും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. അറിയില്ലടാ, വീട്ടിൽ പോയിട്ട് ചോദിച്ചിട്ട് നോക്കാം. ശരി എന്ന് പറയാണ്. അങ്ങനെ കിരണും സരയും കൂടി നേരെ വീട്ടിലേക്ക് പോവാട്ടോ. ആ പോണ വഴിക്ക് കിരൺ സരയുനോട് പറയണ്ട്, അതെ സരയു നീയും താരാന്റെയും ഒരു ദിവസം എന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരണം. ഞാനും കല്ലുമോനും കല്യാണിയും കൂടി അവിടേക്ക് വരാം. എന്നിട്ട് നമുക്ക് എല്ലാവരും കൂടി അവിടെ ഒത്തുചേർന്ന് നല്ല അടിച്ചു പൊളിച്ച് 2 ദിവസം കഴിഞ്ഞുകൂടണം. പറ്റുമെങ്കിൽ ഈ വിഷുവിന് തന്നെ ആവട്ടെ. ശരിയിടാ എന്ന് സരയു പറയാണ്. ആ സമയത്ത് സരയു മനസ്സിൽ വിചാരിക്കണ്ട്, അതേടാ വിഷുവിന് എല്ലാവരോട്ട് ഒത്തുകൂടണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ അവളുണ്ടാവുമ്പോള്ള ആ കല്യാണി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കാട്ടോ. ശേഷം കിരണും സരയും കൂടിയിട്ട് നേരെ രൂപയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ സമയത്ത് ഷാരിയാണെങ്കിൽ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഷാരിയുടെ അടുത്തേക്ക് വേഗം കിരൺ വരുന്നുണ്ട്. കുഞ്ഞിന് എങ്ങനെയുണ്ട്? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ജലദോഷം, അതേ ഞാൻ മരുന്നെടുത്തു, ഒരു കുഴപ്പമില്ല എന്ന് ഷാരി പറയുമ്പോഴേക്കും സരയു ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കാട്ടോ ഷാരീനെ. അപ്പൊ ഷാരി ഇവളെന്ത് ഇങ്ങനെ നോക്കണമെന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. കിരൺ പറയണ്ട, അങ്ങനെ ചെറിയ ജലദോഷം വെച്ചോണ്ടിരിക്കേണ്ട ആന്റി, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം, ഞാനേ അച്ഛനും അമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ മുകളിലേക്ക് പോവാണ്. ആ സമയത്ത് സരയു പറയണ്ട, നിങ്ങൾ എന്തിനാ അവളോട് ചെറിയ ജലദോഷം എന്നൊക്കെ പറയാൻ പോയത്? അത് ചെറിയ ജലദോഷമായിരുന്നു മോളെ, അത് ഇപ്പൊ കുഞ്ഞു കുഴപ്പമില്ല. അതെ കുഞ്ഞിനെ കുഴപ്പമൊന്നുമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. എന്റെ കുഞ്ഞിനാ സ്വന്തം അച്ഛനെ പോലെ അവൻ കാര്യങ്ങളൊക്കെ നീക്കണത്. അതിന് മോളെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? മോളെന്തോ മനസ്സിൽ കണ്ട പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് ഷാരി ചോദിക്കുമ്പോ സരയോ പറഞ്ഞത്, അതെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ല. എന്റെ പെറ്റമ്മടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരെ പോലെ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളൊരു ഇത് പോയ കോടാലിയാണ്. നിങ്ങൾ എപ്പോ വേണമെങ്കിലും ആരുടെ എന്ത് സത്യം വേണമെങ്കിലും പറയാം. അയ്യോ മോളെ, ഒരിക്കലും മോളെ പറ്റിച്ചോ ചതിച്ചോ ഞാനൊന്നും പറയില്ല മോളെ. മോളുടെ ഉദ്ദേശം എന്താന്ന് മോൾ എന്നോട് പറ. വേറൊന്നുമല്ല, എനിക്ക് കിരണ വേണം, കിരണ സ്വന്തമാക്കണം, അതാണ് എന്റെ ഉദ്ദേശം. എന്താ നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അയ്യോ മോളെ, എനിക്കെന്ത് കുഴപ്പം, എനിക്കത് സന്തോഷമല്ലേ ഉള്ളൂ. എങ്കിൽ നിങ്ങൾ അതിന് എന്റെ കൂടെ നിൽക്കണം മോളെ. പക്ഷെ കല്യാണി അവളെ തന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിക്കോളാം. അവളെ ഒഴിവാക്കി കിരണിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വരും, അതാണ് എന്റെ ഉദ്ദേശം. മനസ്സിലായോ? മനസ്സിലായി മോളെ എന്ന് പറയാണ്. അവിടേക്ക് കിരൺ വരുന്നുണ്ട്. സരിയു എന്നാ പോയാലോ? പോവാടാ എന്ന് പറയാണ്. അങ്ങനെ സരിയും കിരണും കുഞ്ഞും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് കുഞ്ഞിനെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. പറയുന്നുണ്ട് കുഞ്ഞിന് പറയാൻ മാത്രമുള്ള പനിയും കാര്യങ്ങളും ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം, അതിപ്പോഴത്തെ കാലാവസ്ഥയുടെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ മരുന്ന് തരാം. പിന്നെ ചെറിയൊരു പനി വന്നു പോയാലും ചെറിയ പിള്ളേർക്ക് ചുമ കുത്തി ചുമ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട്, ചുമയുടെ മരുന്ന് തരാം. പിന്നെ കിരണെ കല്ലുമോന് സുഖം തന്നെയല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോ കല്ലുമോന് കുഴപ്പമൊന്നുമില്ല, അവന്റെ അമ്മ ഓരോരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള നാട്ടുവൈദ്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, കുഞ്ഞു ഓക്കെ ആയിട്ടിരിക്കുന്നു. ശരി എന്നാ നിങ്ങൾ മരുന്ന് മേടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് ഡോക്ടർ പറയുന്നു. ശരി ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് അവരോട് നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. കിരൺ വേഗം തന്നെ സരുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അത് കാണുമ്പോൾ സരുവിന് ഭയങ്കര സന്തോഷമാവാട്ടോ. അതിനുശേഷം കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കിരൺ സരുവിനെ വീട്ടിലാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത് കേട്ടോ. തിരിച്ചു വരുമ്പോഴേക്കും കല്യാണി കിരണോട് ചോദിക്കണ്ടേ, എന്തായി കിരണേട്ടാ ഹോസ്പിറ്റലിൽ പോയിട്ട്? വലിയ കുഴപ്പമൊന്നുമില്ല കല്യാണി. അതെ ദേ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ആരുടെ? മനോഹറിന്റെ ആണോ? അതെ. എന്താ അവൻ എഴുതിയിരിക്കുന്നത്? അവൻ കുഞ്ഞെ കാണണമെന്ന് ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല, പിന്നെ നമ്മൾ ചെയ്ത നല്ല കാര്യത്തിനൊക്കെ നന്ദി പറഞ്ഞിരിക്കുക. അതിനാ തിരിച്ചവന് മറുപടി എന്തിനും കൊടുക്കണോ? വേണ്ട കല്യാണി, ഒന്നും പറയണ്ട, ഞാൻ അച്ഛനെ കൊണ്ട് വേണമെങ്കിൽ ജയിൽ സൂപ്രണ്ടിനെ വിളിപ്പിക്കാം, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറയാണ്. അത് സരീനോട് കാണിക്കുന്ന വലിയ തെറ്റാകും. എന്തൊക്കെ പറഞ്ഞ മനോഹർ വലിയൊരു തെറ്റ് തന്നെയാ ഒരുപാട് പെണ്ണുങ്ങൾ അത് ചെയ്തേക്കണത്. തെറ്റില്ലാതെ ആവില്ലല്ലോ. നമ്മൾ ഇനി അവനെ സപ്പോർട്ടും ചെയ്യണ്ട. അല്ല കിരണേട്ട, ആ കത്തിന്റെ അവസാനം എഴുതിയേക്കണത് കിരണേട്ടൻ വായിച്ചോ? ആ രാഹുല് പുറത്തിറങ്ങാൻ പോകുന്ന എഴുതിയേക്കണത്. എല്ലാ ശത്രുക്കളും കൊണ്ട് ഒരുമിച്ചാണല്ലോ പരോള് കിട്ടിയിരിക്കണത്. ഇനി ജയിലിൽ ഒരുത്തം കിടക്കണ്ട് വിക്രം, അവനും കൂടി പരോള് കിട്ടിയ എല്ലാരും കൂടി നമ്മുടെ നേരെയാണല്ലോ കുതിച്ചു വരാ. എനിക്കറിയില്ല കിരണേട്ട, എനിക്ക് എന്തോപോലെ ടെൻഷൻ പോലെ. ഇപ്പൊ കിരണേട്ടൻ പുറത്തു പോയാൽ പോലും എനിക്ക് പേടിയാണ്. ആ സ്റ്റെഫി പുറത്തുണ്ടല്ലോ, പിന്നെ ഗംഗപ്രസാദിന്റെ ഗുണ്ടകളും ഉണ്ട്, അതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷനാണ്. ഇല്ല കല്യാണി, നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കിരൺ പറയുന്നുണ്ട്. പിന്നെ കാണിക്കാൻ ജയിലിലാണ് കേട്ടോ. അവിടെ വിക്രവും രാഹുലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ പറയണ്ടടാ, നാളെ ഞാൻ പുറത്തിറങ്ങും എന്ന് പറയാണ്. എന്തായാലും ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ വിചാരിച്ചോ എന്നെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവുമെന്ന്, പക്ഷെ എന്നെ കൊല്ലണ മുമ്പ് ആ കല്യാണിനെ ഞാൻ കൊല്ലോടോ എന്ന് പറയുമ്പോ വിക്രം പറയണ്ട, അങ്കിൾ അവളെ കൊന്നു കഴിഞ്ഞാൽ എന്റെ ശത്രുക്കളെയും കൂടിയിട്ടാണ് അങ്കിൾ കൊല്ലണത്, പിന്നെ അങ്കിള് തിരിച്ചു വരണം അങ്കിള് എന്ന് പറയുമ്പോഴേക്കും എടാ കല്യാണിനെ കൊന്നാൽ ഞാൻ തിരിച്ചു വരുമല്ലോ കൊലക്കുറ്റത്തിന് പ്രതിയായിട്ട് ഈ ജയിലിൽ തന്നെ എന്ന് രാഹുല് പറയണം.
ഞാൻ പറയുന്നുണ്ട്. ആകെയുള്ളൊരു പ്രതീക്ഷ ഗംഗേട്ടനിലായിരുന്നു. ഇപ്പൊ ഗംഗേട്ടൻ മരിച്ചോണ്ട് അതും ഇല്ലാതായി. എടാ, ഗംഗ മരിച്ചൊന്ന് നീയും വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിശ്വസിക്കാതെ എന്തു പറ്റും? അങ്കിള് കാണുന്നില്ലേ പത്രത്തിലൊക്കെ വാർത്തയും കാര്യങ്ങളൊക്കെ? പിന്നെ ഗംഗേട്ടൻ മരിച്ചെന്ന് ഉറപ്പല്ലേ അങ്കിളെ? അല്ലെങ്കിൽ കാർത്തികയുടെ വിവാഹം നടന്നു കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു നീക്കുപോക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഗംഗേട്ടൻ മരിച്ചു കാണുമായിരിക്കും. അങ്കിള് പുറത്തു പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കല്യാണിനെയും എല്ലാത്തിനെയും ഇല്ലാതാക്കണം അങ്കിളെ. എനിക്കും അതാ സമാധാനം. എടാ, ഞാൻ പുറത്തു പോണ തന്നെ എന്റെ മോളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാനാണ്. എന്തായാലും ഞാൻ ആ കിരണിനെ എന്റെ മോൾക്ക് നേടിക്കൊടുക്കോടാ. കല്യാണിനെ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും അത് വേണോ അങ്കിളെ? അവളാ എല്ലാത്തിനും കാരണം. അവള് വളർന്നു വലുതായിട്ട് കിരണിനെ കല്യാണം കഴിച്ച പിന്നെയാ നമ്മുടെ ജീവിതമൊക്കെ താറുമാറാണായത്. അതുകൊണ്ട് അവൾ ആദ്യം ഇല്ലാതാവണം. അതേടാ, അവൾ ആദ്യം ഇല്ലാതാവണം. അത് തന്നെയാ എന്റെ ആഗ്രഹം എന്ന് രാഹുൽ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അപ്പൊ നാളെയാണ് രാഹുൽ പുറത്തിറങ്ങണതും കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കണതും. മിക്കവാറും നാളെയും സരിയും എന്തെങ്കിലുമൊക്കെ ആവശ്യം പറഞ്ഞേ കിരണിനെ പുറത്തു കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തായിരിക്കും കല്യാണി സൈറ്റിൽ പോകുമ്പോ കല്യാണിനെ കൊല്ലാൻ വേണ്ടി രാഹുൽ ശ്രമിക്കണത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.